ശിവൻ പോയതോടുകൂടെ അലീനയും മുത്തശ്ശിയും വൈജയന്തി അവിടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാം കണ്ടും കേട്ടും നിന്നാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ വന്ന രണ്ടാം ദിവസം തന്നെ നീ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ പറഞ്ഞു വിടുമെന്ന് അലീനയോട് പറയുമ്പോൾ എല്ലാം ഞാൻ നോക്കി ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ ആവുമ്പോൾ വൈജയന്തി ബാങ്കിലേക്കും ബാലചന്ദ്രൻ തൻ്റെ കടകളിലേക്കും പോവും. അങ്ങനെ മക്കളുടെ കാര്യങ്ങളെല്ലാം അലീന നോക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. പലപ്പോഴും മാത്രമേ ബബിതയും രോഹിത്തും സ്കൂളിലും കോളേജിലൊക്കെ പോവുള്ളൂ. കൃഷ്ണമോൾ പിന്നെ അലീനയോട് നല്ല സ്നേഹത്തിലും കൂട്ടിലും തന്നെയാണ്. ബബിതയോട് നീ കോളേജിൽ പോവാത്തെന്ന് അലീന ചോദിക്കുമ്പോൾ സെർവൻറ്റിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളെ ഭരിക്കാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളോട് വളരെ ദേഷ്യത്തിൽ സംസാരിക്കാട്ടോ. എന്നാൽ അലീനയ്ക്ക് അവളോട് ദേഷ്യമൊന്നും തോന്നില്ല. തൻ്റെ കൂടപ്പിറപ്പുകളാണെന്ന ബോധം അവൾക്ക് നന്നായിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഹരിശങ്കർ അവിടേക്ക് വരുന്നുണ്ട്. എടാ, എങ്ങനെയുണ്ട് പുതിയ സെർവൻറ്റ്? ഞാൻ പറഞ്ഞല്ലോ, അവൾ എത്രയൊക്കെ ആയിട്ടും അവളങ്ങ് മെരുങ്ങുന്ന ടൈപ്പല്ല. എന്നാലും ഇപ്പം അവളോട് എനിക്കൊരു വാശിയുണ്ട്. അയ്യോ അതൊന്നും വേണ്ട, അമ്മ അറിഞ്ഞ വലിയ പ്രശ്നമെന്ന് പറഞ്ഞ് രോഹിത്ത് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എടാ, നീ ഒഴിഞ്ഞു മാറിയാലും അവളെ നീ കണ്ടല്ലോ, സുന്ദരിയാ. പക്ഷേ അവളിനെ ഒരു ദിവസം എൻ്റെ കൈപ്പിള്ളയിൽ വരുത്തുമെന്ന് രോഹിത്തിനോട് ശങ്കർ പറയുന്നുണ്ട്. ആ ഒരു സമയത്തും രോഹിത്തിനെ അതിലേക്ക് അടുപ്പിക്കാട്ടോ. അങ്ങനെ ഇടയ്ക്കൊക്കെ രോഹിത്ത് അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് അലീന അവനൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അവൻ തല താഴ്ത്തി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. ഈ സമയമെല്ലാം രേവതിക്കുട്ടി വളരെ സന്തോഷത്തിലാണ്. ഓരോ ദിവസം കഴിയുന്തോറും മാമച്ചനും ഗ്രേസമ്മയും അവളെ അങ്ങ് സ്നേഹിക്കാണ്. അവൾക്ക് ആദ്യം ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്ക്. ഗ്രേസമ്മ കണ്ട പോലെയല്ലെന്നും ഉള്ളിൽ സ്നേഹമുള്ള സ്ത്രീയാണെന്നും അവൾ തിരിച്ചറിയാനും അങ്ങനെ അലീനയെ എന്താണ് കോണ്ടാക്ട് ചെയ്യാനുള്ള വഴിയെന്ന് ആലോചിച്ച് അവൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ ഒരു സമയത്താണ് അവൾക്കറിയാലോ അലീന എവിടേക്കാണ് പോയതെന്ന്, ആ വീട്ടിൻ്റെ അഡ്രസ്സ് കിട്ടുന്നത്. അങ്ങനെ അലീനയെ കുറിച്ച് അറിയാൻ വേണ്ടി രേവതിക്കുട്ടി ഒരു കത്ത് എഴുതുന്നുണ്ട്. അവൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്രേസമ്മ വന്ന് ചോദിക്കും, എന്താ രേവതിക്കുട്ടി നീ എഴുതുന്നത്? അലീനേച്ചിക്ക് ഒരു കത്ത് എഴുതാണ്, അതിന് ഫോൺ വിളിച്ച് ചോദിച്ചാൽ പോരെ, നീ എന്തിനാ പഴയതുപോലെ കത്തുകളൊക്കെ എഴുതുന്നത്? അത് പിന്നെ അവിടുത്തെ നമ്പറൊന്നും എനിക്കറിയില്ല, അഡ്രസ്സ് അറിയാം. ഓ, എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഇനി അടുത്ത പ്രാവശ്യം നീ ചേച്ചി കാണുമ്പോൾ ഇവിടുത്തെ നമ്പർ കൊടുക്കും, കത്തിൽ ഇവിടുത്തെ നമ്പർ എഴുതിക്കോ, അപ്പോൾ ചേച്ചി നിന്നെ ഇടയ്ക്ക് വിളിക്കാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് ഗ്രേസമ്മ പോകുന്നുണ്ട്. മാമച്ചനോട് പറയും, രേവതിക്കുട്ടിക്ക് ഒരു ഫോൺ കൊടുക്കണം, എന്നാലേ അവൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ വിളിക്കാലോ. അതിന് നമ്മൾക്ക് കൊടുക്കായല്ലോ, അവൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നിയിട്ടല്ലേ. എന്തായാലും മാമച്ചൻ വരുമ്പോൾ ഇനിയൊരു മൊബൈൽ ഫോണുമായിട്ട് വരണം എന്ന് പറയുന്നുണ്ട് ഗ്രേസമ്മ. അങ്ങനെ രേവതിക്കുട്ടി അലീനച്ചിക്കുള്ള കത്തൊക്കെ എഴുതുന്നുണ്ട്. അതിനുശേഷം അവളത് പോസ്റ്റ് ചെയ്യാനായിട്ട് അവിടെയുള്ള മാമച്ചനാണെങ്കിൽ അവിടുത്തെ കാർ ഡ്രൈവറെ ഏൽപ്പിക്കാൻ കേട്ടോ. ഈ സമയം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് രേവതിക്കുട്ടിയെയും ചിന്നുമോളെയും ഒക്കെ അലീനയ്ക്ക്. അവരൊക്കെ കാണാൻ എന്താ വഴി? ഒരു ദിവസം അവരുടെ അടുത്തേക്ക് പോകണമെന്ന് അലീന മനസ്സിൽ കണക്ക് കൂട്ടുകയും ചെയ്യാനും. അങ്ങനെ ബാലേന്ദ്രൻ്റെ കയ്യിലാണ് ഈ രേവതിക്കുട്ടിയുടെ കത്ത് കിട്ടുന്നത്. അതിന് ബാലേന്ദ്രൻ, ആഹാ അലീനയ്ക്കുള്ള കത്താണല്ലോ എന്നൊക്കെ കരുതിക്കൊണ്ട് കാറിൽ വരുമ്പോൾ പോസ്റ്റ്മാൻ അവരുടെ കയ്യിൽ കൊടുത്തതായിരിക്കും. തൻ്റെ വീട്ടിലാണ് അലീനെന്ന് മനസ്സിലാക്കി ബാലേന്ദ്രൻ അത് വാങ്ങി അലീനെ കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടിയുടെ ആ എഴുത്തതൊക്കെ കാണുമ്പോൾ ബാലേന്ദ്രൻ അതറിയാതെ പൊട്ടിച്ച് വായിക്കാണ്. എന്ത് രഹസ്യമാണ് ഇതിലെന്ന് അറിയാൻ വേണ്ടി തന്നെ അത് ചെയ്യുന്നത്. ഈ കുഞ്ഞിരാമൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് അവിടെ പോയി ഈ സെർവൻറ്റിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തോ അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ടെന്ന് ബാലേന്ദ്രന് ആദ്യമേ ഒരു സംശയം തോന്നിയിരുന്നു. പിന്നെ അലീനയുടെ പെരുമാറ്റം ആ വീട്ടിൽ വരുമ്പോൾ ആ കുട്ടി നല്ലതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ വീട്ടിലെ ആരൊക്കെയായിട്ട് തന്നെ ബാലേന്ദ്രൻ തോന്നി തുടങ്ങാണ്. അങ്ങനെ ആ ലെറ്റർ വായിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അലീനച്ചി സുഖമാണെന്ന് കരുതുന്നു, എനിക്കിവിടെ വലിയ സുഖമാണ്. ഗ്രേസാമ്മ നമ്മൾ വിചാരിച്ച പോലെയൊന്നല്ല, പാവമാണ്. മനസ്സുകൊണ്ട് അവർ നല്ല സ്നേഹമുള്ളവളാണ്. എനിക്കിവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് തന്നെന്നറിയോ? പുത്തനുടുപ്പ് എല്ലാം എനിക്കുണ്ട്, എനിക്കൊന്നിനും കുറവില്ല. പക്ഷേ എനിക്ക് ചിന്നുമോളെയും ചേച്ചിയൊക്കെ ആലോചിച്ചിട്ട സങ്കടം. എപ്പോഴും മമ്മിയെ ഓർമ്മ വരും. എനിക്കത് സഹിക്കാൻ വയ്യുന്നില്ല ചേച്ചി. ചേച്ചി എനിക്കൊന്ന് കാണണം. ചേച്ചിയെ ഈ കത്ത് കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് ചേച്ചി ഒന്ന് കാണാൻ ഈ നമ്പറിൽ, ഈ ഒരു ലെറ്ററിലുള്ള ആ നമ്പറിലേക്ക് ചേച്ചി എന്നെ വിളിക്കണം. പിന്നെ ചേച്ചി ഒരു കാര്യം, ചേച്ചിയുടെ അമ്മയെ കണ്ടോ? ബന്ധുക്കളെ കണ്ടോ? എല്ലാവരെയും കണ്ടോ? ചേച്ചിയുടെ അമ്മ ചേച്ചിയെപ്പോലെ സുന്ദരി ആയിരിക്കൂലേ?
മമ്മി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ രഹസ്യം ആരും അറിയരുതെന്ന്. പക്ഷേ മമ്മി പറഞ്ഞതുപോലെ തന്നെ ചേച്ചി അമ്മയെ കണ്ട് ഓടിപ്പോയെന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്നും നിൽക്കേണ്ട കേട്ടോ. ഒരു വിട്ടു നിന്നാൽ മതി. ചേച്ചി ഇപ്പോൾ പോയത് ഓംനീസ് ആയിട്ടല്ലേ, അത് തന്നെ അതുപോലെ തന്നെ നിന്നാൽ മതി. ഇനിയിപ്പോൾ ചേച്ചിയുടെ കയ്യിലാണ് ആ കുടുംബം. എന്നാലും ചേച്ചിയുടെ അമ്മ ചേച്ചിയെ പോലെ സുന്ദരി ആയിരിക്കൂലേ, കൂടപ്പിറപ്പുകളും എല്ലാവരും ഉണ്ടാവും. എന്തായാലും ചേച്ചി എത്ത് ഭാഗ്യം ചെയ്തതാ. ചേച്ചിക്ക് ചേച്ചിയുടെ അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദൂരെ നിന്നെങ്കിലും കാണാലോ. എനിക്ക് ആ ഒരു ഭാഗ്യം പോലും ഉണ്ടായില്ല. രേവതിക്കുട്ടിയുടെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയെന്ന് മമ്മി പറഞ്ഞത് കേട്ടല്ലോ. എനിക്കാരുമില്ല, എനിക്ക് എൻ്റെ ചേച്ചിയും ചിന്നുമോളും മാത്രമേ ഉള്ളൂ എന്ന് സങ്കടം പറയുന്നുണ്ട്. ആ കത്ത് വായിച്ചതും നെഞ്ച് തടവി ബാലേന്ദ്രൻ അങ്ങ് കാറിൻ്റെ സീറ്റിലായിട്ട് കിടക്കാണ് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രൻ അങ്ങനെ ആ കത്തിലെ അക്ഷരങ്ങൾ അവൾ വീണ്ടും വീണ്ടും ചെവിയിൽ കുത്തിക്കയറുന്ന പോലെ തോന്നാണ്. ചേച്ചിയുടെ അമ്മയെ കണ്ടോ? ചേച്ചിയുടെ പോലെ സുന്ദരിയാണോ? അപ്പോൾ ചേച്ചി അവിടേക്ക് ചേച്ചിയുടെ കൂടെപ്പിറപ്പുകളെ കാണാൻ പോയതല്ലേ, അമ്മയുടെ കൂടെ താമസിക്കുക. അങ്ങനെ വീണ്ടും രേവതിക്കുട്ടിയുടെ വാക്കുകൾ ചെവിയിലേക്ക് തറഞ്ഞു കയറുന്ന പോലെ തോന്നാണ്. അങ്ങനെ ബാലേന്ദ്രൻ എങ്ങനെയൊക്കെയോ ആ ഒരു വാഹനം ഓടിച്ച് വീട്ടിലെത്തുന്നുണ്ട്. ബാലേന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന കാണുമ്പോൾ തന്നെ അലീനയ്ക്ക് എന്തോ സുഖമില്ലാന്ന് തോന്നുന്നുണ്ട്. വെച്ചാണെങ്കിലും റൂമിൽ പോയി കിടക്കാനും വീട്ടിൽ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ വളരെ സ്നേഹത്തോടെയാണല്ലോ അലീനയോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാത്സല്യത്തോടു കൂടെ അവൾ ഒരച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് എന്താ സുഖമില്ലേ, കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ BP നോക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ വരുമ്പം ഒന്നും മിണ്ടുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ ബാലേന്ദ്രൻ പെട്ടെന്ന് അത് കുടിക്കുന്നുണ്ട്. എന്നിട്ട് ബെഡിൽ ഇരിക്കുകയാണ്. അതിനുശേഷം അവളുടെ നേരെ ആ ലെറ്റർ നീട്ടുന്നുണ്ട്. നീ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടതും അലീനാകെ നെട്ടിപ്പോവാണ്. എന്താ ഇങ്ങനെ പറയുന്നത്? നീ ആരെന്നല്ല ചോദിച്ചത്, ഇതാ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഇങ്ങനൊരു ചതി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇത് കേട്ട അലീന നെഞ്ചു പൊട്ടി കരഞ്ഞ പോലെ നിൽക്കാട്ടോ. അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് അലീനയ്ക്ക് അപ്പോഴും മനസ്സിലായില്ല. ആ ലെറ്റർ അവളുടെ നേരെ നീട്ടുന്നുണ്ട്. അത് വായിച്ച അലീന ആകെ നെട്ടിപ്പോവാണ്. രേവതിക്കുട്ടിയുടെ കത്താണ്. ഇങ്ങനൊരു പ്രശ്നം രേവതിക്കുട്ടിക്കിടയിൽ അത് പറയുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അവൾ ആ കത്തും മടക്കി പിടിച്ച് പെട്ടെന്ന് ആ റൂമിൽ നിന്ന് പോവാൻ നിൽക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ നിൽക്ക് എന്ന് പറയാണ്. അവൾ ഭയത്തോടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. തൽക്കാലം ഈ രഹസ്യം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഇത് പുറത്തു പോകരുത്. എന്താണ് വൈജയന്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അവൾ നിന്റെ അമ്മയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആ കത്തിലൂടെ എല്ലാം പറയുന്നുണ്ട്. നിന്നെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് നിന്നെ ഈ വീട്ടിലേക്ക് നിന്റെ മമ്മി പ്രീതാമ്മി പറഞ്ഞു വിട്ടത്. അതിനോട് തന്നെയാണ് അവിടെ കുഞ്ഞിരാമൻ അത്രയും ദൂരം വന്നപ്പോൾ തന്നെ ഞാൻ സംശയിച്ചതാണ്. എന്തോ ഒരു പന്തിക്കേട് എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യമുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കൈക്കൂപ്പി അലീന പറയുന്നുണ്ട്. ഈ ജീവിതം ഈ കുടുംബം ഒരിക്കലും തകർക്കണമെന്ന ഉദ്ദേശത്തോടെ വന്നതല്ല. പ്രീതാമി ആ സ്ഥാപനം ഒഴിവാക്കിയപ്പോൾ പോകാനൊരിടം ഇല്ലായിരുന്നു. അങ്ങനെയാ മുത്തശ്ശനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിന് മാത്രമേ സത്യങ്ങൾ അറിയൂ എന്നറിയാം. പക്ഷെ എന്താണ് സംഭവിച്ചെന്നോ, ആരെയെ ചതിക്കാനോ അവകാശം നേടിയെടുക്കാനോ ഒന്നും വന്നതല്ല ഞാൻ തിരികെ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ അത് വേണ്ട, ഇത്രയും കാലം നീ എങ്ങനെയാണോ ഇവിടെ നിന്നത് അതുപോലെ കഴിയട്ടെ. സാവകാശം സത്യങ്ങളെല്ലാം പുറത്തേക്ക് വരുമല്ലോ, അന്നറിഞ്ഞാൽ മതി എന്ന് പറയാണ്. അതിനുശേഷം ബാലേന്ദ്രനും അലീനയും വലിയ സ്നേഹത്തിലാണ്. അങ്ങനെ വൈജയന്തി വരണ സമയത്ത് കാണുന്നത് ബാലേന്ദ്രൻ വളരെ അവശനായി കിടക്കുന്നതാണ്. അലീന തൊട്ടരികിലുണ്ട്. എന്താടി നിനക്കിവിടെ കാര്യമെന്ന് ചോദിച്ച് ദേഷ്യത്തിലാണ് അവിടേക്ക് വരുന്നത്. അത് പിന്നെ അങ്കിളിന് തീരെ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് അങ്കിളിൻ്റെ കാര്യം നോക്കാൻ ഞാനിവിടെ ഉണ്ട്. സെർവൻറ്റ് നിന്നെ അമ്മയെ നോക്കാൻ കൊണ്ടുവന്നതല്ലേ, പിന്നെന്തിനാ നീ ഈ റൂമിലേക്ക്? തീരെ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. പോയിക്കോ, ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ ബാലേന്ദ്രൻ പറയും, വൈജയ് അവൾ വഴക്ക് പറയണ്ട, എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് നെഞ്ചുവേദന എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ കുട്ടി ഇങ്ങോട്ട് വന്നത്, അവളുള്ളതുകൊണ്ട് ഭാഗ്യം എന്ന് പറയാണ്. നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്ത് പറ്റി, ടെൻഷൻ കൂടിയിട്ടാണല്ലോ ചെറിയ തോതിലൊരു അറ്റാക്ക് വന്നുപോയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ബാലേന്ദ്രനെ തിരിച്ച് കൊണ്ടുവരാണ്. ആ വീട്ടിലെ ഓരോ കാര്യങ്ങളും നോക്കി നടക്കുന്നുണ്ട്. അതിനിടയിൽ മനുവിനാണെങ്കിലോ അലീനയോട് പ്രണയം. അവൻ്റെ ഉള്ളിൽ അറിയാം അത് തൻ്റെ മുറപ്പെണ്ണാണെന്ന കാര്യം. അതുകൊണ്ട് തന്നെ അവൻക്ക് അവളടുത്ത് വലിയ സ്നേഹമാണ് കേട്ടോ. അങ്ങനെ അലീനയുടെ പെരുമാറ്റവും സ്നേഹവും ഒക്കെ കാണുമ്പോൾ മനു അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ അമ്മയോട് ഈ കാര്യം എങ്ങനെ പറയുമെന്നറിയില്ല.
അങ്ങനെ അലീനെ വീണ്ടും തന്നെ വൈജയന്തി നീയും ഇനി ഈ വീട്ടിൽ നിൽക്കേണ്ട, ബാലേന്ദ്രനോട് നീ കൂടുതൽ അടുപ്പം എന്തിനാ കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇനി നീ വീട്ടിൽ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് അവൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോഴാണ് ബാലേന്ദ്രൻ അവളോട് നിന്റെ അച്ഛൻ ആരാണെന്നും ഞാൻ കണ്ടുപിടിച്ചു തരുമെന്നും നീ ഇനി മുതൽ നിന്റെ അച്ഛൻ്റെ വീട്ടിൽ താമസിക്കണമെന്നും അവളോട് പറയാൻ കേട്ടോ. ഈ ഒരു എപ്പിസോഡൊക്കെ കുറച്ചധികം എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ടിസ്റ്റ് ആദ്യമേ പറഞ്ഞെന്ന് കരുതി ആരും തന്നെ കമന്റിടാൻ വരേണ്ട. കുറേ പേരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. അവർ ഈ വീഡിയോ ചോദിച്ചതുകൊണ്ട് മാത്രം കേട്ടോ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ അപ്കമിങ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.